അടുത്ത നമ്മൾ പറയേണ്ട ടോപ്പിക്കാണ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് അല്ലേ? എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്? പുതിയതായിട്ട് എന്തെങ്കിലും നമ്മളായിട്ട് ചെയ്യുന്നത്, നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ കഴിവുകൾ യൂസ് ചെയ്ത് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റി എപ്പോഴും ശ്രദ്ധിക്കണം, എന്താണ്? പുതിയതായ ഒരു കാര്യമായിരിക്കും ക്രിയേറ്റിവിറ്റി, പഴയതല്ല. Okay, so creativity is derived from the word creo, meaning to create or to make. അതായത് ഒന്നുകിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കുക. ഇതിനെയാണ് എന്ത് പറയുന്നത്? ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് വന്നത് ക്രിയോ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. Creativity is the ability to generate new, original and valuable ideas, solutions or insight. എന്താണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? It is the ability to generate new, original and valuable ideas. അതായത് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ ക്രിയേറ്റ് ആണ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ പ്രൊപ്പോസ് ചെയ്യുന്നതിനെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. It involves thinking outside conventional boundaries, blending knowledge from different areas and often engaging in a process of experimentation and risk taking. Creativity എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളിൽ പുറത്ത് ചിന്തിക്കുന്നതും, അതായത് പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും എല്ലാം കൂടെ അനലൈസ് ചെയ്ത് നമ്മൾ അതിൽ നിന്നൊരു പുതിയ കാര്യം ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അതെന്ന് പറയുന്നത് പുതിയതാണ് അല്ലേ? നമ്മൾ ട്രൈ ചെയ്യുന്ന കാര്യം തന്നെ പുതിയതാണ്. അത് പുതിയതായതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ എന്താണ്? പരീക്ഷണങ്ങളാണ്. ഇത് ശരിയാവോ തെറ്റാവോ എന്നുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും, അതേപോലെ തന്നെ റിസ്ക്കും ഉണ്ടാവും. ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി ക്രിയേറ്റിവിറ്റിയുടെ ഡെഫിനിഷൻസ് നോക്കാം. ക്രിയേറ്റിവിറ്റി സ്പിയർമാൻ ഡിഫൈൻ ചെയ്യുന്നത്, ക്രിയേറ്റിവിറ്റി ഈസ് ദ പവർ ഓഫ് ഹ്യൂമൻ മൈൻഡ് ടു ക്രിയേറ്റ് ന്യൂ കണ്ടന്റ്സ് ബൈ ട്രാൻസ്ഫോമിംഗ് റിലേഷൻസ് ആൻഡ് ജനറേറ്റിംഗ് ന്യൂ കോറിലേഷൻസ്. അതായത് ക്രിയേറ്റിവിറ്റി എന്താണ്? ഹ്യൂമൻ ബീയിങ്ങിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡിന്റെ ഒരു കഴിവാണ്. എന്തിനുള്ളത്? പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ്. എങ്ങനെയാണ് ഈ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ബൈ ട്രാൻസ്ഫോമിംഗ് റിലേഷൻസ് ആൻഡ് ജനറേറ്റിംഗ് ന്യൂ കോറിലേഷൻസ്. മുന്നേ ഉള്ള റിലേഷൻസിനെ നമ്മൾ പഠിക്കുകയും പുതിയ റിലേഷൻസിനെ നമ്മൾ കോറിലേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റീവായിട്ട് പുതിയ കാര്യങ്ങളെ ഉണ്ടാക്കുന്നത്. പിന്നെ ഗിൽഫോർഡിന്റെ ഡെഫിനിഷൻ നോക്കിക്കേ. ഗിൽഫോർഡ് പറയുന്നത്, ക്രിയേറ്റിവിറ്റി ഈസ് എ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ഐഡിയാസ് ദാറ്റ് ആർ ബോത്ത് ന്യൂ ആൻഡ് യൂസ്ഫുൾ ത്രൂ ഡൈവേർജന്റ് തിങ്കിങ്. അതായത് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു വേറിട്ട രീതിയിൽ ചിന്തിക്കുന്നതിനെയാണ് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ഡൈവേർജന്റ് തിങ്കിങ്ങിലൂടെ പുതിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയാസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഗിൽഫോർഡിന്റെ ഡെഫിനേഷൻ ആണത്. അതേപോലെ ദേവോളിന്റെ ഡെഫിനേഷൻ ആണ്, ക്രിയേറ്റിവിറ്റി ഈസ് ദ കപ്പാസിറ്റി ഓഫ് എ പേഴ്സൺ ടു പ്രൊഡ്യൂസ് കോമ്പോസിഷൻസ്, പ്രോഡക്ട്സ് ഓർ ഐഡിയാസ് വിച്ച് ആർ എസെൻഷ്യലി ന്യൂ ഓർ നോവൽ ആൻഡ് പ്രീവിയസ്ലി അൺനോൺ ടു ദ പ്രൊഡ്യൂസർ. അതായത് നമുക്ക് പുതിയതായിട്ട്, പ്രീവിയസ്ലി അൺനോൺ ടു ദ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമല്ല അല്ലേ? നമ്മൾ പുതിയതായിട്ട് ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ കപ്പാസിറ്റി ഓഫ് എ പേഴ്സൺ ടു പ്രൊഡ്യൂസ് compositions, products or ideas, okay, which are essentially new or novel and previously unknown. ഇതാണ് ക്രിയേറ്റിവിറ്റിയുടെ പല ഡെഫിനിഷൻസ്. അടുത്ത നമ്മൾ പ്രോസസ് ഓഫ് ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പൊ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന പ്രോസസ്സിൽ 4 സ്റ്റേജസ് ആണുള്ളത്. ഏതൊക്കെയാണ് 4 സ്റ്റേജസ്? ഒന്നാമത്തെ സ്റ്റേജ് ആണ് പ്രിപ്പറേഷൻ, പിന്നെ വരുന്ന സ്റ്റേജ് ഇൻക്യുബേഷൻ, പിന്നെ ഇലുമിനേഷൻ ആൻഡ് വേരിഫിക്കേഷൻ. അപ്പൊ ഈ 4 സ്റ്റേജസിലൂടെയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേജ് അല്ലെ? ദിസ് ഈസ് ദ സ്റ്റേജ് വെർ ആൻ ഇൻഡിവിജ്വൽ ഗാദേഴ്സ് ഇൻഫർമേഷൻ, ഡെവലപ്പ് സ്കിൽസ് ആൻഡ് ഇമ്മേഴ്സസ് ദെംസെൽവ്സ് ഇൻ എ പ്രോബ്ലം ഓർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. അതായത് നമുക്ക് ഒരു കാര്യം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കും അല്ലെ? അതിനെക്കുറിച്ച് ഇവിടെ എന്താ തന്നിരിക്കുന്നത്, അവരെന്താ പറയുന്നത്, പേപ്പറിൽ എന്താ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ എന്ത് ചെയ്യും? നമ്മൾ ഗ്യാദർ ചെയ്യും, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ആ ഒരു കാര്യം ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യും അല്ലെ? സ്കിൽ സെറ്റ് നമ്മൾ ഉണ്ടാക്കും. അപ്പൊ ഈ ഒരു സംഭവങ്ങളെല്ലാം നടക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത്? പ്രിപ്പറേഷൻ സ്റ്റേജ്. പ്രിപ്പറേഷൻ സ്റ്റേജിൽ എന്താണ്?
നമുക്ക് എന്താണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിന് റെലവെന്റ് ആയിട്ടുള്ള നോളജ് നമ്മൾ അക്വയർ ചെയ്യാൻ ശ്രമിക്കും. നോളജ് ആൻഡ് സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യാൻ ശ്രമിക്കും. അതിനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ സയന്റിസ്റ്റ് റിസർച്ചിങ് എ കോംപ്ലെക്സ് പ്രോബ്ലം will read related literature, conduct experiments and talk to colleagues to deepen their understanding. അതായത് ഏതെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന സയന്റിസ്റ്റ് ആണെന്ന് വെച്ചോ. അപ്പം പുതിയൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ സയന്റിസ്റ്റ് എന്താ ചെയ്യുക? ഈ ഒരു പ്രോബ്ലവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഓൾറെഡി ഉള്ള ലിറ്ററേച്ചർ, അതായത് ഓൾറെഡി ഉള്ള എന്താ പറയാ നോട്ട്സ് ആയി, ബുക്സ് ആയി, അല്ലെങ്കിൽ പേപ്പേഴ്സ് ആയി, ഇതെല്ലാം പഠിക്കും. അതിന്റെ കൂടെ തന്നെ എന്താണ്, കാണുന്ന എക്സ്പെരിമെന്റ്സ് എല്ലാം ചെയ്തു നോക്കും. അതേപോലെ കൊളീഗ്സിനോട് സംസാരിക്കും. അപ്പൊ എന്താണ് പറ്റുന്നത്? ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു പ്രോസസ്സിലൂടെ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റില് നമ്മുടെ സയന്റിസ്റ്റ് എന്താ ചെയ്യുന്നത്? ഡീപ്പർ നോളജ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡീപ്പർ നോളജ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേജിനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? ഇൻക്യുബേഷൻ സ്റ്റേജ്. ഇൻക്യുബേഷൻ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? ദ പ്രോബ്ലം ഇസ് സെറ്റ് aside often subconsciously. The mind continues to process information in the background without active effort. This stage is crucial because it allows ideas to form and unexpected connections to emerge. അതായത് ഇൻക്യുബേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇത് ആക്റ്റീവായിട്ട് നടക്കുന്ന, ആക്റ്റീവ് മൈൻഡിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. പക്ഷെ എന്താണ്? സബ് കോൺഷ്യസ്ലി നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? എപ്പോഴും ഈ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് കണ്ടാലും നമ്മൾ അറിയാതെ തന്നെ എന്താ ചെയ്യുന്നത്? ഈ ഒരു പ്രോബ്ലമായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ അറിയാതെ തന്നെ വന്നു പോകും. അതായത് നമ്മൾ ആ പ്രോബ്ലത്തെ അത്ര അധികം എന്താ പറയാ നമ്മുടെ മനസ്സിൽ കണ്ടു നടക്കുമ്പോൾ എന്താണ്? സബ് കോൺഷ്യസ്ലി പോലും ഈ ഒരു കാര്യം, ഈ ഒരു പ്രോബ്ലം ആണ് നമ്മുടെ ഏറ്റവും ആദ്യം നമ്മുടെ ഇതിൽ വരുന്നത്, ചിന്തയിൽ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അറിയാതെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് കിട്ടും. ഇതിങ്ങനെ ആയിരുന്നു അപ്പം എന്നൊരു രീതിയിൽ എന്ത് വരും? കണക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ഇൻക്യുബേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആഫ്റ്റർ സ്റ്റഡിയിങ് എ പ്രോബ്ലം ഇന്റൻസ്ലി, എ സയന്റിസ്റ്റ് മൈറ്റ് ടേക്ക് എ ബ്രേക്ക്, അലൗവിങ് ദർ സബ് കോൺഷ്യസ് ടു വർക്ക് ഓൺ ദാറ്റ് പ്രോബ്ലം. നമ്മൾ ആക്റ്റീവ്ലി ആ പ്രോബ്ലം ഇപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ അതെടുത്ത് വെച്ച് അത് പഠിക്കുകയല്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എന്താ പറയാ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മൾ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും ഒക്കെ അറിയാതെ തന്നെ നമ്മുടെ പ്രോബ്ലവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ, ചില കണക്ഷൻസ് പെട്ടെന്ന് ഇങ്ങനെ കാണാനും സംഭവിക്കും. ഈ ഒരു സ്റ്റേജ് ആണ് ഇൻക്യുബേഷൻ സ്റ്റേജ്. അടുത്താണ് ഇലുമിനേഷൻ സ്റ്റേജ്. ഇലുമിനേഷൻ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഈ ആഹാ മൊമെന്റ് അല്ലെങ്കിൽ യുറേക്ക മൊമെന്റ് എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളിപ്പം ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ പ്രശ്നം നമുക്ക് അല്ലെങ്കിൽ എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രോബ്ലം എന്നുള്ളത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവും. പെട്ടെന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇതിന് നമുക്ക് ഇങ്ങനെ സൊല്യൂഷൻ ചെയ്യാമല്ലോ എന്ന് നമുക്കൊരു സഡൻ ആയിട്ട് എന്ത് പറ്റും? കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടു തുടങ്ങും. ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിനെയാണ് നമ്മൾ യുറേക്ക മൊമെന്റ് അല്ലെങ്കിൽ ഇലുമിനേഷൻ ഫേസ് എന്ന് പറയുന്നത്. അത് നമ്മൾ നടക്കാൻ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് പറയുന്നത് ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഇങ്ങനെയാണ്. നമ്മൾ വേറെ എന്തെങ്കിലും, ഇപ്പം നമ്മൾ ആർക്കിമിഡീസിന്റെ എക്സാമ്പിൾ എടുത്തപ്പോൾ എന്താ, കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഇല്ലേ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നത്. അപ്പം ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ നമ്മൾ പറയുന്നത് എന്താണ്? ആർക്കിമിഡീസ് ആ ഒരു ക്രൗണിന്റെ ക്രൗൺ ഒരു എന്താ പറയാ രാജാവ് ഒരു ക്രൗൺ കൊടുത്തിട്ട് ആ ക്രൗണില് ഗോൾഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, അതോ എന്താ പറയാ വേറെ ഏതെങ്കിലും മെറ്റൽ മിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പം പുള്ളിക്ക് ആ ഒരു പ്രോബ്ലം ആർക്കിമിഡീസ് കുറെ നാള് മനസ്സിൽ കൊണ്ടു നടന്നു. ഇതിനെങ്ങനെയാ ഞാൻ കണ്ടുപിടിക്കുക? ഇതെങ്ങനെ എനിക്ക് മനസ്സിലാവും? വേറെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് അതിങ്ങനെ ഇൻക്യുബേഷൻ സ്റ്റേജ് അത് കഴിഞ്ഞ് കുളിക്കുമ്പോഴാണ് ആർക്കിമിഡീസിന് എന്ത് തോന്നുന്നത്? അതിന്റെ ഒരു സൊല്യൂഷൻ തോന്നുന്നത്. അതായത് ഒരു ബോഡി വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്താൽ എത്ര വെള്ളം മാറുന്നോ അത് എന്തിന് ഇക്വലന്റ് ആണ്? ആ ബോഡിയുടെ വെയിറ്റിന് ഇക്വലന്റ് ആണ് എന്നൊരു റിയലൈസേഷൻ വരുന്നത് പെട്ടെന്നാണ്. അതാണ് ഈ പറയുന്ന ഇലുമിനേഷൻ സ്റ്റേജ്. പിന്നെ അടുത്തത് വരുന്നത് വെരിഫിക്കേഷൻ സ്റ്റേജ് ആണ്. വെരിഫിക്കേഷൻ സ്റ്റേജിൽ എന്താണ്? നമ്മൾ ഈ ചെയ്ത അല്ലെങ്കിൽ നമുക്ക് ഈ തോന്നിയ സൊല്യൂഷൻ വർക്ക് ചെയ്യുന്നോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ചെയ്ത് നോക്കുന്ന സ്റ്റേജ് ആണ് നമ്മുടെ വെരിഫിക്കേഷൻ സ്റ്റേജ്. അത് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ റിഫൈനിങ് സ്റ്റേജ് ആണ്. സോ ഈ ഒരു പുതിയ ഹൈപ്പോത്തസിസ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. സോ ഇതാണ് 4 പ്രോസസ് ഇൻവോൾവ് ഇൻ ക്രിയേറ്റിവിറ്റി. ഏതൊക്കെയാണ്? പ്രിപ്പറേഷൻ സ്റ്റേജ് ഉണ്ട്, ഇൻക്യുബേഷൻ സ്റ്റേജ് ഉണ്ട്, ഇലുമിനേഷൻ സ്റ്റേജ് ഉണ്ട്, പിന്നെ വെരിഫിക്കേഷൻ സ്റ്റേജ് ഉണ്ട്.